പാട്ട് കേൾക്കാൻ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്? സ്വന്തം പാട്ടുകൾക്കുപരി നമ്മൾ എല്ലാം അറിയണമല്ലോ. എനിക്ക് ബേസിക്കലി നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. അതിപ്പം വെസ്റ്റേൺ ആണെങ്കിലും പ്രശ്നമല്ല, പക്ഷേ സോഫ്റ്റ് ആയിരിക്കണം. ഈ ജാറിങ് അത് എനിക്ക് പൊതുവെ അതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. എപ്പോഴും നമ്മൾ ഞാൻ പാട്ട് കേൾക്കുന്നത് റിലാക്സ് ചെയ്യാനാണ്. ഇപ്പോൾ പുതിയ ആൽബങ്ങൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ആൽബം ഒന്നെണ്ണം ചെയ്തു, പക്ഷേ എനിക്ക് തോന്നിയത് എന്താ പറയുക, ആൽബത്തിൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പാട്ടിനേക്കാളും ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് നിന്നിട്ട് എന്തെങ്കിലും എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതൊരു ഭയങ്കര ചമ്മൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആൽബത്തിന് ഞാൻ ആക്ട് ചെയ്ത ആൽബം എന്ന് പറയാൻ ആകെ 2-3 എണ്ണേ ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ ആരെങ്കിലും വെച്ച്. ഒന്നാമത് ആ ചൂട്, അറ്റ്മോസ്ഫിയർ, എങ്ങനെ ഈ പുകയൊക്കെ ഇടുമല്ലോ എഫക്റ്റിന് വേണ്ടിയിട്ടൊക്കെ, അതൊക്കെ എനിക്ക് അലർജിയാണ്. സ്വന്തം ആൽബത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടില്ല. ഇപ്പോൾ ആശാജി ആണെങ്കിൽ ആശാജിയുടെ ആൽബത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും, ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ല അവരെന്താ ചെയ്യേണ്ടത്, എൻ്റെ ഇമേജ് എങ്ങനെ ആയിരിക്കണം, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറയും, ഒരു മ്യൂസിക് ഡയറക്ടറിന് നമ്മളൊരു പ്രോജക്റ്റ് കൊടുപ്പോൾ അവരെ കൊണ്ട് എത്ര ബെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതായിരിക്കും അവർ തരിക. അത് നന്നായിട്ട് പാടാനും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എനിക്കിപ്പോൾ ഇപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ ഒരു തീമിനെ കുറിച്ച് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ആൽബത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വേണം, ട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ MSMക്ക് വേണ്ടി ചെയ്തല്ലോ, അതുപോലെയൊക്കെയുള്ള അത് സ്വന്തമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു എൻ്റെ അടുത്ത്, അങ്ങനെ ചോദിച്ചിട്ട് ചെയ്ത് അങ്ങനെ വിശദീകരിക്കാം ആ ഒരു MSMA. എനിക്ക് ഓമൻ ചേച്ചിയുടെ കൂടെ ഇരുന്നാണ് ഞാൻ MSMയുടെ പാട്ടുകൾ പഠിച്ചിട്ടുള്ളത്. ഓമൻ ചേച്ചി തന്നെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതും ഒക്കെ MSMയുടെ പാട്ടുകൾ. അപ്പം അങ്ങനെ ഒരുമിച്ച് മൈത്രിയും ഭജിതയൊക്കെ ഒരു കോൺസെർട്ടിന് വേണ്ടി ഓമൻ ചേച്ചിയുടെ കൂടെ ഇരുന്ന് പഠിച്ചതാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ എയർപോർട്ടിൽ വെച്ച് ഒരിക്കൽ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു പേഴ്സണാലിറ്റിയോട് എനിക്കൊരു ഭയങ്കര അട്രാക്ഷൻ. അതെ, കച്ചേരിയിലൊക്കെ ഇരുന്ന് പാടുമ്പോഴുള്ള ആ ഒരു എനിക്ക് മനസ്സിൽ ബേസിക്കലി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ പുട്ടപ്പുറത്തിയിൽ വെച്ച് കണ്ട സമയത്തും, പുട്ടപ്പുറത്ത് ഞാൻ പാടാൻ ചെന്ന സമയത്തും MSM അവിടെ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ വറച്ച് വാക്കിയത്തൊരു തുള്ളി വെള്ളം ഇല്ലാണ്ടാണ് ഞാനന്ന് പാടി, അത്ര പേടിച്ചു പോയി. എന്നിട്ട് പാടിക്കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ മുതുകിൽ ഒരു തട്ടൊക്കെ പാടി ഇങ്ങനെ മൈത്രിയും ഭജിത ഇങ്ങനെ കാണിച്ചത്. പാടിയതിലുള്ള സന്തോഷം വെച്ചാൽ എനിക്ക് MSMയുടെ ഓൺ കോമ്പസിഷൻ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഇപ്പോൾ പ്രേക്ഷകർ മിക്കവാറും കുറെ നേരമായി എന്നോട് രണ്ടാമത് ഓർപ്പിക്കുന്നുണ്ടായിരുന്നു, പാടിക്കുന്നില്ലല്ലോ കുറെ നേരം. ഇത് ആര് വന്നാലും സാധാരണ ഞാൻ എടുത്തടിച്ച് ആദ്യമേ ചോദിക്കുന്നത് നമുക്ക് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പാടാം എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ആര്. ഇത് ഞാൻ സത്യമായിട്ട് സൗണ്ട് അത്ര സുഖമില്ലെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഇതിലങ്ങ് വിട്ടതാണ്. പക്ഷെ ഇനി ഇവരെന്നെ മിക്കവാറും വെച്ച് കൊടുക്കും. ഏത് പാട്ട് വേണമെന്ന് പറയും. ഏത് പാട്ടൊന്നുമില്ല, ഇഷ്ടമുള്ള ഒരു പാട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ലിസ്റ്റ് ഇവിടെ തീരില്ല. ശ്ലോകമായിട്ട് പാടണോ അതോ ആദ്യം ഒരു ശ്ലോകം പാടിയിട്ട് പിന്നെ ഒരു എനിക്ക് അങ്ങനെ ഒന്നുമില്ല. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയം കണ്ഠേ ച മുഗ്ധാവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണിം